ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിൽ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫ്രെയിം ആദ്യം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയലിൽ പോകുന്നു, ന്യൂ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിതിൻ്റെ സൈസ് റെഡിയാക്കേണ്ടതുണ്ട്. ഇവിടെ സെൻറ്റിമീറ്റർ, പിക്സൽ, ഇഞ്ച് അങ്ങനെ പലതുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നു. അതിനുശേഷം വിഡ്ത്ത് എന്നുള്ളടുത്ത് നമുക്ക് 3.5 എടുത്ത് കൊടുക്കാം. ഹൈറ്റ് എന്നുള്ളടുത്ത് 4.5 കൊടുത്തിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ആദ്യം കൊടുത്ത് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിലേക്ക് നമ്മൾ ആരുടെ ഫോട്ടോയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കുന്നത്, ആ ഫോട്ടോ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. ആ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ ഇതിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അതായത് കൺട്രോൾ ഓയോ അല്ലെങ്കിൽ ഓപ്പൺ എന്നുള്ള ഫയലിൽ പോവുക, ഓപ്പൺ. ഓക്കെ, എന്നിട്ട് ഫോട്ടോ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഏത് ഫോട്ടോ ആണോ നിങ്ങൾ ഫയലുണ്ടാവുമല്ലോ, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ, ആ ഫോട്ടോ അതിലേക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒഴിവാക്കണം. ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ 4ാമത്തെ ഓപ്ഷൻ, അതായത് ഒബ്ജക്റ്റ് ടൂൾ എന്ന് പറയും, ഈ ഒബ്ജക്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലായിട്ട് സെലക്ട് സബ്ജക്റ്റ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യും. ഒരു 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് അതിൻ്റെ സബ്ജക്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇത് സെലക്ട് മൂവ് ടൂൾ കാണാം. ഈ മൂവ് ടൂളിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഇത് ഇപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ വ്യക്തിയെ മാത്രം കിട്ടി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വ്യക്തിയെ മാത്രം നമുക്ക് അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിമിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഡ്രാഗ് ചെയ്ത് കൊണ്ടിടാൻ വേണ്ടത്. ഇപ്പോൾ നല്ല സൂം ഇന്നിലാണുള്ളത്. അപ്പോൾ കുറച്ച് സൂം ഔട്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കുറച്ചിട്ട് നമുക്കതിൻ്റെ കറക്റ്റ് വേവിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ടി ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ ടി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് കുറക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവ്സിൽ ഇതിൻ്റെ സൈസ് സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടിക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇനി നമുക്കിതിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ സ്ട്രോക്ക് എന്നുള്ള സംഭവമാണ്. അതായത് ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്ട്രോക്ക് തയ്യാറാക്കണം. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മൾ പാസ്പോർട്ട് സൈസിൽ ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് ഇതിൽ ഈ ഒരു ഫോട്ടോയുടെ സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കാണാൻ പറ്റും. അപ്പോൾ ആ ലൈൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് 2 ലെയറാണുള്ളത്. ഈ ലെയറിന് മുകളിലായിട്ട് നമുക്കൊരു ലെയർ ആഡ് ചെയ്യാം. അതിന് വേണ്ടി ഇവിടെ പ്ലസ് ഐക്കൺ കാണാം താഴെയായിട്ട്. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്ട്രോക്ക് ആഡ് ചെയ്യണം. അപ്പോൾ സ്ട്രോക്ക് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഓൾട്ട് സെലക്ട് ചെയ്യണം. ഓൾ സെലക്ട്, അതായത് ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. ആ ഒരു ലെയർ ഇപ്പോൾ ആഡ് ചെയ്തല്ലോ, ആ ലെയർ ആഡ് ചെയ്ത് ആ ലെയർ നമ്മളിതിലേക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുന്നു, കീബോർഡ് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റിൽ പോയിട്ട് ഇവിടെ ഫിൽ എന്ന് കാണാം, അതിൻ്റെ താഴെയായിട്ട് സ്ട്രോക്ക്. അതിനുശേഷം ബ്ലാക്ക് കളർ കൊടുക്കുക. ബ്ലാക്ക് കളറിൽ നമുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 6 നോട്ടെ 6 ഭാഗത്തെ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓക്കെ അടിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലാക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് ഓൾ സെലക്ട് ആയിരുന്നു, ആ ഓൾ സെലക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്യുന്നു. ഓൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ എ, കൺട്രോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓൾ സെലക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഡി ആണ്. അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒരൊറ്റ ഇമേജായി മാറ്റുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാളിങ്ങനെ പോകുന്നുണ്ട്. ഇതൊരൊറ്റ ഫോട്ടോ ആയിട്ട് ഒക്കെ കൺവേർട്ട് ചെയ്യാം, ഒറ്റൊരു ഇതായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലെയറിൽ പോവുക. അതിനുശേഷം കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുന്നു, ഓൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ലെയറിൽ പോകുന്നു, ഏറ്റവും താഴെ ഫ്ലാറ്റൻ ഇമേജ് എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇത് നമുക്ക് ഒറ്റ ഇമേജായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ വിചാരിക്കുന്ന പ്രിൻറ്റിങ് ഫ്രെയിമിലേക്ക് അതിനെ മാറ്റണം എന്നുള്ളതാണ് അടുത്ത പണി എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ പോകുന്നു, പുതിയ ഒരു ഇത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഫോട്ടോ എന്നുള്ളതിലെ 6:4 എന്ന ഈ ലാൻഡ്സ്കേപ്പ് 6:4 എന്നുള്ളത്. അപ്പോൾ സ്റ്റുഡിയോകളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ നമുക്ക് A4 അങ്ങനെ ചെയ്യാം. അപ്പോൾ A4 സൈസിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. A4 സൈസ് പറഞ്ഞാൽ A4 സൈസിൽ മൾട്ടി ഉണ്ട്, ആ മൾട്ടിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ലാൻഡ്സ്കേപ്പിലെ 6:4 ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യുക, അതിൽ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം.
ഇനി നമുക്ക് ഈ ഫോട്ടോയെ ഇതിലേക്ക് കൊണ്ടുവരണം. ഇതിൻ്റെ അടുത്ത പണി അതാണ്. ആ ഫോട്ടോ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു പണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ പ്രിൻറ്റിങ് ഫ്രെയിമിലേക്ക് എങ്ങനെ ഇത് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ പോകുന്നു. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ ഫോട്ടോ ആക്കിയിട്ടുണ്ടല്ലോ, ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളിവിടെ കൊടുക്കുന്നു. ഇപ്പോൾ ഒന്നായി. ഇനി ഇതുപോലത്തെ ഒരു 6 കോപ്പികൾ നമുക്കിവിടെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. 6 കോപ്പികളെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ നോക്കിയാൽ ഇത് ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം Ctrl+J 1 2 3 4 ഓക്കെ 5 ഇതിൽ ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ നമുക്കിതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി. ഇതിലാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത്. ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റും. എടുത്ത് നമുക്ക് എവിടെയാണ് കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ടുവെക്കുക. ഇതാണ് നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പണി. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു. നമുക്ക് ഒരു 6 ഫോട്ടോ കിട്ടി. സ്റ്റുഡിയോകളിൽ അവരുടെ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫയൽ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ചും കൂടി നീക്കിയിട്ട് നമ്മൾ ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പണി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എക്സ്പോർട്ടാണ്. ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിൽ പോകുന്നു. എക്സ്പോർട്ട് ആസ് ഓക്കെ, ഇവിടെ 100% ക്വാളിറ്റിയിൽ തന്നെ മനോഹരമായ രീതിയിൽ നമുക്കിതിനെ ചെയ്യാവുന്നതാണ്. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫയൽ നമ്പർ അല്ലെങ്കിൽ ഫയലിൽ എന്ത് പേരാണ് കൊടുക്കേണ്ടത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിനെ എക്സ്പോർട്ട് ചെയ്യണം. സേവ്. അപ്പോൾ നമ്മളെ പണി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇത് നമ്മൾ സ്റ്റുഡിയോകളിൽ കൊണ്ടുകൊടുക്കുക. അവർ പ്രിൻ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു സാധനം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ ചെയ്ത് പ്രൊഫഷനായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത്. ഡെസ്ക്ടോപ്പിൽ ആണ് ഞാൻ സേവ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കൊന്നത് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ വിത്ത് ഫോട്ടോസ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ഒരു സാധനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ടുകൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഡിജിറ്റൽ സേവാ സെൻറ്ററുകളിൽ നിന്ന് ഇത് മൾട്ടി പ്രിൻറ്റിങ് എടുക്കുക. കളർ പ്രിൻറ്റിങ് മാത്രം പോരാ, മൾട്ടി, അതായത് ഒരു എന്താ പിന്നെ പറയാം, ഒരു പ്രത്യേക തരം ഒരു വേറെ ടൈപ്പ് ഒരു പേപ്പറുണ്ട്. ആ പേപ്പറിലാണ് എടുക്കേണ്ടത്. ഫോട്ടോ ഒക്കെ ചെയ്യുന്നൊരു പേപ്പറുണ്ട്. ആരോട് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.